ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു കാർ സ്റ്റീരിയോ നിർമ്മിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നിന്ന് നമുക്ക് 18 വാട്ട്സ് ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. ഇതിൽ തന്നെ നമുക്ക് ബാസിൻ്റെയും ട്രബിളിൻ്റെയും കണക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ക്യാബിനറ്റ്. അപ്പോൾ ഇത് സാധാരണ നിങ്ങൾ അസംബിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ക്യാബിനറ്റാണ് കാർ സ്റ്റീരിയോൻ്റെ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ക്യാബിനറ്റ്. പിന്നീട് നമുക്ക് ഇതുപോലത്തെ ഒരു USB പാനലും കൂടി നമുക്ക് ആവശ്യമാണ്. പിന്നീട് നമുക്ക് ബാസും ട്രബിളും വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ പൊട്ടൻഷ്യൽ മീറ്റേഴ്സുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ വയറിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ബ്ലൂ കളർ വയർ കാണാം. അപ്പോൾ ഈ ഒരു ബ്ലൂവും പിന്നെ ഈ ബ്ലാക്ക് വയറാണ് നമ്മുടെ USB പാനലിന് പവർ കൊടുക്കുന്നത്. പിന്നീട് ഇതിൽ കാണുന്ന ഈ ഒരു റെഡും ബ്ലാക്കുമാണ് നമ്മുടെ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്നത്. പിന്നീട് ഈ ഒരു മഞ്ഞ 2 വയർ കാണാം. അപ്പോൾ ഈ ഒരു 2 വയറാണ് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. പിന്നീട് ഈ ഒരു ബോർഡിൽ മാർക്ക് ചെയ്ത് കാണാം നിങ്ങൾക്ക് ട്രബിൾ, ബാസ്, ട്രബിൾ എന്നിങ്ങനെ കൊടുത്ത് കാണാം. അപ്പോൾ അതിന് നേരെയുള്ള വയറിലേക്ക് നിങ്ങളിങ്ങനെ ബാസിൻ്റെയും ട്രബിളിൻ്റെയും പൊട്ടൻഷ്യൽ മീറ്റർ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബോർഡിൽ ബാസിന് നേരെയുള്ള ബാസിന് നേരിട്ടുള്ള 2 വയർ ഉണ്ടാവില്ലേ, അപ്പോൾ ആ 2 വയർ നിങ്ങൾ പൊട്ടൻഷ്യൽ മീറ്ററിലേക്ക് നിങ്ങൾ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ ആ 6 ലെഗിലേക്ക് ഇതുപോലെ തന്നെ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ട്രബിളിൻ്റെയും വോളിയത്തിൻ്റെയും അതുപോലെ തന്നെയാണ് സോൾഡർ ചെയ്ത് വെക്കേണ്ടത്. പിന്നീട് നമ്മൾ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്യാബിനറ്റിനോട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്വിച്ചുകളും അതുപോലെ തന്നെ നോബുകളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു പാനൽ എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ മീറ്റർ സ്ക്രൂ ചെയ്ത് വെക്കാനുള്ളതാണ്. പിന്നെ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനോട് തന്നെ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പാനൽ നമ്മൾ കഴിച്ചെടുത്തിട്ട് ഈ ഒരു പാനലിൻ്റെലേക്ക് ഈ ഒരു ബോർഡ് എടുത്തിട്ട് ഈ ഒരു ബോർഡിലേക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ മീറ്റർ ബാസിൻ്റെയും ട്രബിളിൻ്റെയും വോളിയത്തിൻ്റെത് ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയായിരിക്കും നമുക്ക് ലഭിക്കുക. പിന്നീട് നമ്മൾ ഇതെടുത്തിട്ട് നമ്മളെ ഈ ഒരു പാനലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഏകദേശം വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 12 വോൾട്ട് ഇൻപുട്ടിന് നമ്മൾ സ്വിച്ച് ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1K റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ LED ബൾബ് കൊടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലൂവും ബ്ലാക്കും വയർ നമ്മൾ USB പാനലിലേക്ക് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് വരുന്ന ഓഡിയോ ഇൻപുട്ടിൻ്റെ വയർ നമ്മൾ ഈ ഒരു പാനലിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മുടെ ആംപ്ലിഫയർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെ വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനൽ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ അസംബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഫോണിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വർക്കിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സൗണ്ട് തന്നെയാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ബാസും ട്രബിളെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നന്ദകിഷോർ സൈനിങ് ഔട്ട്.